ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP കൊല്ലം ജില്ലയിലെ UDFൻ്റെ ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലുണ്ടായിരുന്നു, മുന്നിലുണ്ടായിരുന്നു, ക്യാമ്പയിനിലുണ്ടായിരുന്നു. അദ്ദേഹം കൂടി ഉൾക്കൊള്ളുന്നതാണ് കൊല്ലത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം. ഒരു കാരണവശാലും അതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഇരിക്കുന്ന ആളുകൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ തിരുവനന്തപുരത്തെ വിജയം എങ്ങനെ നോക്കിക്കാണുന്നു? NDA അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ 9-1 10 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വളരെ ഗൗരവത്തിലാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പരിമിതി, 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണി പാർട്ടി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വെല്ലുവിളി ഞങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്ത് ചെയ്തതിന് മുമ്പ് തന്നെ, കൊല്ലത്തെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 2 തവണ MLA ആയിരുന്ന K. ശബരിനാഥനെ അവിടുത്തെ ചുമതല മേയർ കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിച്ചു. ശ്രീ K. മുരളീധരൻ തന്നെ ഇവിടെ കോർപ്പറേഷനിലെ 101 വാർഡിലും ക്യാമ്പയിൻ നടത്തി, ജാഥ നടത്തി. അവിടുത്തെ മുഴുവൻ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തീരുമാനിച്ചു. ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തി, സീറ്റുകൾ ഇരട്ടിയിലധികമാക്കി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മറിച്ച് അവിടെ CPM-ന് ഒരു മന്ത്രിയും LDF-ന് 2 മുൻ മന്ത്രിമാരും സിറ്റിയിലെ 4 MLA-മാരും LDF-ൻ്റെതാണ്. 4 MLA-മാർ LDF-നുള്ള ആ 4 MLA-മാരിൽ ഒരാൾ ഇപ്പോഴത്തെ മന്ത്രിയും മറ്റ് 2 പേർ മുൻ മന്ത്രിമാരുമായിട്ടിരുന്ന ഒരു കോർപ്പറേഷനിൽ അവരുടെ വോട്ടിൽ ചോർച്ചയുണ്ടായത് എങ്ങനെയാണെന്നുള്ള പരിശോധന അവരാണ് നടത്തേണ്ടത്. BJP-ക്കും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ 40 സീറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 10 അവർ കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇവർക്കുണ്ടായിരുന്ന 50-ൽ നിന്നും ഇവരിവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഇവർ പരിശോധിക്കണം. ന്യൂയോർക്ക് മേയർ ആയത് തിരുവനന്തപുരത്തെ മേയറെ കണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ് ആളുകളെ നമ്മൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. തിരുവനന്തപുരത്തെ വോട്ടർമാരെ, ന്യൂയോർക്ക് മേയർ ഉണ്ടായത് കേരളത്തിൽ ഇങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുമേ BJP-ക്കാർക്ക് അവരാഗ്രഹിക്കാത്ത വിജയം നേടിക്കൊടുക്കാൻ ഈ ന്യൂയോർക്ക് മേയറിൻ്റെ മോഡലിനെ കൊണ്ട് കഴിഞ്ഞില്ലേ? വിവാദങ്ങളായിരുന്നില്ലേ? കോർപ്പറേഷനെതിരെ ആറ്റുകാൽ പൊങ്കാലയുടെ വിവാദം ഉണ്ടാകുന്നു, ബസ്സുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നു, എന്തെല്ലാം വിവാദങ്ങളാണ്. ആ വിവാദങ്ങളിൽ ഒന്നും തന്നെ ഇപ്പം ആനാവൂർ നാഗപ്പൻ നിയമിക്കാൻ ആളുടെ കത്ത് കൊടുത്ത് ലിസ്റ്റ് പുറത്തു വന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് ഓർമ്മയില്ല, 200 ആളെ പിൻവാതിൽ വഴി നിയമിക്കാൻ. ഇതൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? കോർപ്പറേഷനെതിരെ ഉയരുന്ന വികാരങ്ങളെ ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? അതിന് എല്ലാ ഗവൺമെൻറ് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഈ മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞ പോലെ ക്യാപ്സൂളിനൊക്കെ ഒരു പരിധിയുണ്ട്.